തലവടിയിലെ വഞ്ചിപ്പാട്ട് സംഘത്തിനൊപ്പം അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, അവിടെ പള്ളാത്തുരുത്തി ടീമിനൊപ്പം ആയിരുന്നു നമ്മുടെ സജയ് ഉണ്ടായിരുന്നത്. അവർ ആവേശത്തിലാണ്, പക്ഷേ പാട്ടുണ്ടായിരുന്നില്ല. അർജുനൊപ്പമുള്ളവരുടെ വക ഒരു പാട്ടാകാം. വിനീത, എന്തായാലും അവിടെ കാണിക്കാൻ കഴിയാത്ത പാട്ട് നമുക്കിവിടെ കാണിക്കാം. അതിനു മുമ്പ് ഈ ഒരു സ്ഥലം ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. ഒരു ആഴ്ചകൾക്ക് മുൻപ് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അന്ന് കനത്ത മഴയിൽ, ശക്തമായ മഴയിൽ ഇവിടെയൊക്കെ തന്നെ വെള്ളം കയറി ഈ മേഖല ഒന്നാകെ മുങ്ങിയ മേഖലയാണ്. ഇത് തലവടിയാണ് ഈ സ്ഥലം. ഇവിടെയുള്ള ഈ പ്രദേശത്ത് ഈ കാണുന്ന വീടുകളടക്കം എല്ലാം തന്നെ വെള്ളത്തിനടിയിലായിരുന്നു. ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ വലിയ ദുരിതം അന്ന് അനുഭവിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വെള്ളം ഇറങ്ങി സാധാരണ നിലയിലേക്ക് മാറിയത്. അപ്പോഴേക്കും വള്ളംകളി എത്തുകയാണ്. സ്വാഭാവികമായും അതിൻ്റെ ആവേശത്തിലേക്ക് അപ്പുറക്കുട്ടനാടും മാറുകയാണ്. എല്ലാ വർഷവും അപ്പുറക്കുട്ടനാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഈ വിവിധ കരകളിൽ നിന്ന് പുന്നമടക്കായലിൻ്റെ തീരത്തേക്ക് എത്തി വള്ളംകളിക്ക് ആവേശം നൽകുന്ന വഞ്ചിപ്പാട്ട് പാടുന്ന നിരവധി ആളുകളുണ്ട്. നമുക്കൊപ്പം ഈ നാട്ടിലെ കുറച്ച് ചേച്ചിമാരുണ്ട്. അവർ കഴിഞ്ഞ കുറേ വർഷമായി കൃത്യമായി എല്ലാ വർഷവും നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അവിടെ എത്തും. അവിടെയുള്ള ഈ തുഴക്കാർക്കൊക്കെ തന്നെ ആവേശം നൽകുന്ന രീതിയിൽ വഞ്ചിപ്പാട്ട് പാടുന്നുണ്ട്. എന്തായാലും നമുക്ക് വേണ്ടി അവർ തൽക്കാലം ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി, നമുക്ക് ആദ്യം ഒരു പാട്ട് തുടങ്ങാം. പാടിക്കോളൂ. ഓ സർവശക്തനായ ദൈവം, സർവശക്തനായ ദൈവം തുണ ചെയ്യണവേ, സർവശക്തനായ ദൈവം തുണ ചെയ്യണവേ, സർവശക്തനായ ദൈവം തുണ ചെയ്യണവേ, സർവശക്തനായ ദൈവം തുണ ചെയ്യണവേ, ദേശത്താലീശ്വരന്മാരെ, ദേശത്താലീശ്വരന്മാരെ തുണ ചെയ്യണവേ, ആഴിമകളും ഒരുമിച്ച്, ആഴിമകളും ഒരുമിച്ചൊരു കട്ടിൽ മേലന്നേരം, നേരം ഏഴാമാളിക മുകളിൽ ഇരുന്നരുളും, ഏഴാമാളിക മുകളിൽ ഇരുന്നരുളും, ും തകതൈ തകതൈ ഏഴു രണ്ടുലകമേ, ഏഴു രണ്ടുലകു വഴി ആയതമ്പൂരാനെത്രയും, പുരാനെത്രയും താഴത്തന്റെ വയസ്സനെ, താഴത്തന്റെ വയസ്സനെ ദൂരത്തു കണ്ടേതൈ, താഴത്തന്റെ വയസ്സനെ ദൂരത്തു കണ്ടേതൈ, കണ്ടാലത്ര കഷ്ടമേ, കണ്ടാലത്ര കഷ്ടമെത്ര ഇമ്മുഷിഞ്ഞാതിർന്ന വസ്ത്രം, ഇമ്മുഷിഞ്ഞാതിർന്ന വസ്ത്രം തകതൈ തകതൈ ഓ തീരിത്തക. വിനീത, ഗംഭീരമായിരിക്കും എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറേ കാലമായി ഇവർ ടീമായി നിൽക്കുകയാണ്. മാത്രമല്ല ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ പരിപാടി അവതരിപ്പിക്കുന്നു, വഞ്ചിപ്പാട്ട് പാടുന്നു, എല്ലാ വള്ളംകളിക്കും ഇവരെത്തുന്നു. ചേച്ചി, എത്ര കാലമായി പോകാൻ തുടങ്ങിയിട്ട്? ഞങ്ങളൊരു 5-10 വർഷമായി പോകാൻ തുടങ്ങിയിട്ട്. 8 വർഷമായി. എങ്ങനെ ഒരു ടീമൊക്കെ സെറ്റ് ആയത്? ടീമൊക്കെ ഞങ്ങൾ ഇവരെല്ലാം ദൂരെ ദൂരെ കിടക്കുന്നവരെ ഞങ്ങൾ വിളിച്ചു വരുത്തി ഒരു സെറ്റ് ആക്കി ഞങ്ങളിപ്പോൾ പാടാൻ പോകുന്നത്. ഈ ഒരു ടീമിനെ തേടിയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ. നാളെ എങ്ങനെയാ? ഞങ്ങൾ രാവിലെ ഇവിടുന്ന് 5:30 ആകുമ്പോൾ യാത്രയാവും. രാവിലെ 5:30 ആകുമ്പോൾ ഇവിടുന്ന് പോകും. അവിടെ 7 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ദൂരമല്ലേ, കറങ്ങി വേണം വരാനായിട്ട്. അതുകൊണ്ട് ഞങ്ങളിവിടെ വരും. നമ്മുടെ ഗാലറിയിൽ നിങ്ങൾ വഞ്ചിപ്പാട്ട് പേരുണ്ടാവും? ഉണ്ട്. ടീമിന് എന്തെങ്കിലും പേരുണ്ടോ? ഞങ്ങൾ ഈ ടീമിന് ഞങ്ങൾ ഒരു പേരിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. ഞങ്ങൾ അത് സാറില്ല, പിന്നെ ആ പേരുണ്ടായിരുന്നു. എന്തായാലും അത് എസ്റ്റാബ്ലിഷ് ആയി വരുന്നേ ഉള്ളൂ സ്വാഭാവികമായിട്ടും. വിനീത, എന്തായാലും ഒരു പാട്ടും കൂടി പാടാം. ഒരു പാട്ടും കൂടി ആവാം ചേച്ചി. ഇപ്രകാരം ഭർത്താവിന്റെ ഇപ്രകാരം ഭർത്താവിന്റെ വാക്കു കേട്ടിട്ടാനന്തരം
കേട്ടിട്ടാനന്തരം ഇപ്രകാരം ഭർത്താവിന്റെ വാക്കു കേട്ടിട്ടാനന്തരം ാനന്തരം ക്ഷിപ്രഭാമിനി യാചിച്ചു ചെയ്തോ ക്ഷിപ്രഭാമിനി യാചിച്ചു കൊണ്ടുവന്ന ധാന്യം ധാന്യം ക്ഷിപ്രഭാമിനി യാചിച്ചു കൊണ്ടുവന്ന ധാന്യം ധാന്യം ക്ഷിപ്രമിരിട്ടത്തിടിക്ക ചെയ്തോ ക്ഷിപ്രമിരിട്ടത്തിടിക്ക കൊണ്ടുകല്ലും നെല്ലുമേറും നെല്ലുമേറും അമൃതുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടീതൈ കെട്ടീതൈ അമൃതുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടീതൈ വിനീത, എന്തായാലും ഇത്ര കുറേ പാട്ടുകളുണ്ട് ഇവരുടെ കയ്യിൽ. എന്തായാലും നാളെ ഈ പുന്നമടയുടെ ഗാലറിയിൽ ഇരുന്ന് ഇവരെല്ലാ പാട്ടും പാടും. രാവിലെ 5:30 ഇവിടെ നിന്ന് ഇറങ്ങും. 7 മണി മുതൽ പുന്നമട കായലിന്റെ തീരത്ത് ഗാലറിയിൽ ഇവരുണ്ടാകും. എല്ലാ ചുണ്ടൻ വള്ളങ്ങൾക്കും ആവേശം നൽകാൻ, എല്ലാ തുടക്കാർക്കും ആവേശം നൽകാൻ ആ അമ്മമാർക്ക് റിപ്പോർട്ടറിന്റെ ഒരു ആശംസ അറിയിക്കുക.